ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ദൂരം കുറഞ്ഞു വരും തോറും ആശങ്കയായിരുന്നു. മുൻ അനുഭവമുള്ളത് കൊണ്ട് തന്നെ വലുതെന്തോ ഒന്ന് വരാനുണ്ടല്ലോ എന്നുള്ള ആധിയായിരുന്നു വന്നിരിക്കുന്നു BJP സർക്കാരിന്റെ പ്രഖ്യാപനം. 2019 പാർലമെന്റ് കടന്ന പൗരത്വ ഭേദഗതി നിയമം ഇന്ന് പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുമ്പ് തിടുക്കപ്പെട്ട CAA ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യുകയാണ് BJP. നിയമ ഭേദഗതി അനുസരിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അഭയാർത്ഥികളിൽ കുടിയേറ്റക്കാരിൽ പ്രത്യേക മതവിഭാഗങ്ങളിലുള്ളവർക്ക് നിൽക്കാം. മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കുടിയേറ്റക്കാരുടെ നിലനിൽപ്പ് പ്രതിസന്ധിയിലാകും. വിവേചനപരമായ നിയമമെന്ന നിലയ്ക്ക് ആഗോളതലത്തിലും വിശിഷ്യ ദേശീയ തലത്തിലും വലിയ പ്രതിഷേധവും വിമർശനവും നേരിട്ട ഒരു നിയമം തിടുക്കപ്പെട്ട് പ്രാബല്യത്തിലാക്കുമ്പോൾ തെരഞ്ഞെടുപ്പിലെ ധ്രുവീകരണം തന്നെയാണ് ലക്ഷ്യമെന്ന് വ്യക്തം. ഇനി പ്രതീക്ഷകൾ അത്രയും സുപ്രീം കോടതി ഇടപെടലിലാണ്. എന്തായാലും ഈ സമയം സംസ്ഥാനത്തും രാജ്യത്താകമാനവും വലിയ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഉയർന്നു വരുന്നു. അതിലേക്കാണ് നമ്മൾ ആദ്യം വരുന്നത്. മുസ്ലിം ലീഗ് നേതാവ് ടി മുഹമ്മദ് ബഷീർ MP പ്രതികരണം കേൾക്കാം. ആദ്യം പൗരത്വ നിയമ ഭേദഗതി വീണ്ടും വരികയാണെന്ന വാർത്തയാണ് ഈ നിമിഷങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. വളരെയധികം ഉത്കണ്ഠയുണ്ടാക്കുന്ന ഒരു സംഗതിയാണിത്. ഇന്ത്യയിൽ ഏറ്റവും ശക്തമായ പോരാട്ടം ഇതിനെതിരായി നേരത്തെ വന്നിരുന്നുവെന്ന കാര്യം നമുക്കറിയാം. എത്രയോ പേരുടെ ജീവൻ ബലിയർപ്പിക്കപ്പെടേണ്ടി വന്ന ഒരു സംഗതിയാണിത്. ഞങ്ങളാകട്ടെ, മുസ്ലിം ലീഗ് ആകട്ടെ, നിയമപരമായ പോരാട്ടത്തിൽ ഇന്ത്യയിലെ മറ്റാരെക്കാളും മുമ്പിൽ നിൽക്കുകയും ഒന്നാമത്തെ പെരീഷനായി ഈ CAA നടപ്പിലാക്കുന്നതിനെതിരായി ഞങ്ങൾ നീങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ റൂൾസ് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിക്കുന്നു. സോഷ്യൽ മീഡിയയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ നേതാക്കളുടെ പ്രതികരണവും വന്നിരിക്കുന്നു. ETയുടെ പ്രതികരണം നമ്മൾ കണ്ടുകഴിഞ്ഞു. ജനകീയവും നിയമപരവുമായ പോരാട്ടങ്ങളിലൂടെ നിയമത്തെ എതിർക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. പൗരത്വ ഭേദഗതി നിയമത്തെ കേരളം ഒറ്റക്കെട്ടായിട്ട് ആ സന്ദർഭത്തിൽ തന്നെ ഇന്ത്യക്ക് മാതൃകയാവുന്ന രീതിയിൽ എതിർത്ത നിലപാട് തന്നെയാണ് കൈകാര്യം ചെയ്തത്. ആ നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ടേക്ക് പോകാൻ കേരളമില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാവേണ്ടതില്ല. കേരള ഗവൺമെൻറ് അന്ന് നിയമസഭയിൽ തന്നെ കൃത്യമായിട്ട് പ്രമേയം കേന്ദ്ര ഗവൺമെൻറ്റിന് തയ്യാറാക്കിയിട്ട് അയച്ചു കൊടുത്തതാണ്. ജനങ്ങളുടെ ഹിതമെന്താണ് എന്ന് ആ കാലഘട്ടത്തിൽ നടന്ന സമരങ്ങളും പ്രക്ഷോഭങ്ങളും ജനകീയ കൂട്ടായ്മകളും എല്ലാം തന്നെ ഈ രാജ്യം മുഴുവൻ കണ്ടതാണ്. അതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല. ഹിന്ദുത്വ അജണ്ടയിലേക്ക് കാര്യങ്ങൾ നീക്കാനുള്ള ഓരോരോ ചെറു വഴികളാക്കി ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള BJP ഗവൺമെൻറ്റിൻ്റെ സംഘപരിവാറിൻ്റെ തീരുമാനമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അവരിപ്പോഴും പറയുന്നത് ഞങ്ങൾ പറയുന്ന തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്നും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ എവിടെയും നിയമം നടപ്പാക്കാൻ അനുവദിക്കില്ലെന്നും VD സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ സായാഹ്നത്തിൽ ഇലക്ഷൻ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്. കാരണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ കൊടുത്ത കേസിൽ കേന്ദ്ര ഗവൺമെൻറ് മറുപടി പറഞ്ഞത് ഇതിപ്പോൾ ഒന്നും നടപ്പാക്കാൻ ആലോചിക്കുന്നില്ല, അതിനെക്കുറിച്ചുള്ളൊരു ആലോചന ഇല്ലെന്നാണ്. ഇത് അയോധ്യയിൽ രാമനെ പ്രതിഷ്ഠിച്ച് അത് രാഷ്ട്രീയ ലാഭമാക്കി കൊയ്യാൻ വേണ്ടി ശ്രമിച്ചു. അത് കോൺഗ്രസിൻ്റെ നിലപാട് രാജ്യം മുഴുവൻ അംഗീകരിച്ചു. ഇത് ഇവർ അപ്പോൾ രാജ്യത്താകെ ഈ റമദാൻ വ്രതാരംഭത്തിന്റെ അന്നു തന്നെ തിടുക്കപ്പെട്ട് CAA നടപ്പാക്കുമ്പോൾ വലിയ ആശങ്കയും ആധിയും മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിനുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ദേശീയ തലത്തിൽ തന്നെ വലിയ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഇതിനകം ഉയർന്നു കഴിയുകയും ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇതിപ്പോൾ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞതോടുകൂടി ഇനി എങ്ങനെയാണ് ഇത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. വിശദാംശങ്ങൾ നൽകാൻ തൗഫീഖ് അസ്ലം ഞങ്ങളുടെ പ്രതിനിധി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. തൗഫീഖ്, ഈ പ്രാബല്യത്തിൽ വന്ന ചട്ട ഭേദഗതി, നിയമ ഭേദഗതി എങ്ങനെയാണ് അത് നടപ്പാക്കുന്ന രീതി എങ്ങനെയാണ്? ഇപ്പോൾ അതിനൊരു പ്രത്യേക ഒരു സിസ്റ്റം കൊണ്ട് ഒരു ഓൺലൈൻ പോർട്ടൽ തുടങ്ങുന്നു എന്നറിയുന്നു. ആ ഓൺലൈൻ പോർട്ടൽ നിലവിൽ ചാലുവായിട്ടുണ്ടോ? അത് എപ്പോഴത്തേക്ക് പ്രവർത്തനക്ഷമമാവുമെന്നാണ് മനസ്സിലാകുന്നത്. ഇത് നടപ്പാക്കുന്ന രീതിയെക്കുറിച്ച് എന്തെങ്കിലും ഈ പ്രഖ്യാപനങ്ങളിലുണ്ടോ തൗഫീഖ്? സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ തന്നെ CAAക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ഈ പ്രതിഷേധങ്ങളെ വകവെക്കാതെ തന്നെ ഈ നിയമവുമായി മുന്നോട്ട് പോകാനായിട്ടാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു ഓൺലൈൻ പോർട്ടൽ രൂപീകരിച്ചുകൊണ്ട് ആ പോർട്ടൽ വഴി പൗരത്വത്തിനുള്ള അപേക്ഷകൾ സ്വീകരിക്കാനായിട്ട്
കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഓൺലൈൻ പോർട്ടൽ സജ്ജമാണെന്നാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ലിങ്കുകൾ ഉടൻ തന്നെ കേന്ദ്ര സർക്കാർ പൊതുജനങ്ങൾക്കായി നൽകുമെന്ന് കൂടി ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. ഈ ഓൺലൈൻ പോർട്ടൽ വഴിയായിരിക്കും പൗരത്വത്തിനായി ആവശ്യമുള്ള ആളുകൾ, പ്രത്യേകിച്ച് 2014 ഡിസംബർ 31 മുമ്പ് ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയ ആളുകൾക്ക് പൗരത്വത്തിനായിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്ര സർക്കാരിന്റെ ഒരു നീക്കം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ വിജ്ഞാപനത്തിലെ കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അപേക്ഷകൾ പരിഗണിക്കാനായിട്ട് ഒരു എംപവേർഡ് സമിതി രൂപീകരിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ജില്ലാതലത്തിലുള്ള സമിതികൾ മുഖേനയാണ് ഈ അപേക്ഷകൾ സ്വീകരിക്കുകയും ഓൺലൈൻ വഴി അപേക്ഷകൾ സ്വീകരിക്കുകയും അത് ഈ പ്രത്യേക സമിതി ഈ അപേക്ഷകൾ പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഒരു അന്തിമ തീരുമാനം, അതായത് പൗരത്വം നൽകണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. ഈ ആളുകൾ എപ്പോഴാണ് ഇന്ത്യയിലേക്ക് വന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള വർഷം കൃത്യമായിട്ട് ഈ വെബ്സൈറ്റിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. എന്നാൽ മറ്റു രേഖകളൊന്നും സമർപ്പിക്കേണ്ടതില്ല എന്നതുകൂടി ഇതിന്റെ പ്രത്യേകതകളാണ്. നിങ്ങൾ ഇന്ത്യയിലേക്ക് എപ്പോഴാണ് എത്തിയത് അത് കൃത്യമായിട്ട് തന്നെ ഈ വെബ്സൈറ്റിൽ രേഖപ്പെടുത്തണം. മറിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളൊന്നും സമർപ്പിക്കേണ്ടതുമില്ല. തുടങ്ങിയ കാര്യങ്ങൾ സമർപ്പിച്ചതിന് ശേഷം ഇത് കേന്ദ്ര സർക്കാർ സൂചിപ്പിച്ചതുപോലെ എംപവർ കമ്മിറ്റി ഇത് പരിശോധിക്കുകയും അവരായിരിക്കും ഈ പൗരത്വത്തിനൊരു അംഗീകാരം നൽകുക എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അപേക്ഷകൾ നൽകുന്ന രേഖകൾ പരിശോധിക്കാൻ ജില്ലാ തലത്തിൽ ഉദ്യോഗസ്ഥരുണ്ടാകും. അതായത് ജില്ലാ തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ലഭിക്കുന്ന അപേക്ഷകൾ, ഈ ഓൺലൈൻ വഴി ലഭിക്കുന്ന അപേക്ഷകൾ ഇവരായിരിക്കും പരിശോധിക്കുകയും കൂടുതൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക. പൗരത്വം നൽകുന്നവർക്ക് ഡിജിറ്റൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കേന്ദ്ര സർക്കാർ നൽകും. ഈ സർട്ടിഫിക്കറ്റും ഓൺലൈൻ വഴി തന്നെയായിരിക്കും ഇവർക്കുള്ള സർട്ടിഫിക്കറ്റ് കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുക. നടപ്പാക്കുന്ന രീതിയാണ് തൗഫീഖ് അസ്ലം വിശദീകരിച്ചത്. നമ്മൾ തുടക്കത്തിൽ ഇത് പാർലമെന്റ് കടന്ന മുറയ്ക്ക് തന്നെ വലിയ പ്രതിഷേധം ഇന്ത്യ ആകമാനം കണ്ടതാണല്ലോ. ജാമിയ മിലിയ സർവകലാശാലയും ഉൾപ്പെടെ വിവിധ യൂണിവേഴ്സിറ്റികളിലൊക്കെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നത് പ്രാബല്യത്തിൽ വന്നതിന് ശേഷം രാജ്യം എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഏതെങ്കിലും ഭാഗങ്ങളിൽ പ്രതിഷേധങ്ങളോ സമരമാർഗങ്ങളോ തുടങ്ങിയിട്ടുണ്ടോ? സൈഫുദ്ദീൻ, രാജ്യവ്യാപക പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഡൽഹിയിലെ സർവകലാശാലകൾ ഇതിനോടകം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലും ജാമിയ മില്ലിയ സർവകലാശാലയിലും വിദ്യാർത്ഥികൾ ഈ വിജ്ഞാപനം കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ സർവകലാശാലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു CAA-ക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നതുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ ഇപ്പോഴും ഡൽഹി ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യവ്യാപക പ്രതിഷേധം തന്നെ വിവിധയിടങ്ങളിൽ ഉണ്ടായിരുന്നു. ഷഹീൻബാഗുകൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. രാവും പകലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളായിരുന്നു. ഈ CAA-യുടെ വിജ്ഞാപനം പുറത്തിറങ്ങിയതിന് പിന്നാലെ ഡൽഹി പോലീസിന് വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം ആഭ്യന്തര മന്ത്രാലയം നൽകിയിട്ടുണ്ട്. വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ള ഇടങ്ങളിലെല്ലാം സുരക്ഷ ശക്തമാക്കാനുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഷഹീൻബാഗ് ഉൾപ്പെടെയുള്ള ജാമിയ മില്ലിയ പരിസരങ്ങളിൽ ഉൾപ്പെടെ പോലീസ് വലിയ രീതിയിലുള്ള വിന്യാസം തീർത്തിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധ ഉണ്ടാകണമെന്നും ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്തെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശരി, വലിയ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് വിവിധയിടങ്ങളിൽ, ഡൽഹി ഉൾപ്പെടെയുള്ള വിവിധയിടങ്ങളിൽ വലിയ സുരക്ഷാ സന്നാഹത്തെ വിന്യസിച്ചിട്ടുണ്ട് ഭരണകൂടം. അതേസമയം ജാമിയ മില്ലിയ സർവകലാശാലയിലും JNU സർവകലാശാലയും നിലവിൽ തന്നെ വിദ്യാർത്ഥികൾ ഇതിന്റെ കോപ്പി കത്തിച്ചുകൊണ്ട് പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്ന വിവരങ്ങൾ കൂടിയാണ് തൗഫീഖ് അസ്ലം ഡൽഹിയിൽ നിന്ന് പങ്കുവെക്കുന്നത്.